ജയറാമിന്റെ ഒരു പടമില്ലേ, റിസ്ക് എടുക്കണ്ട അതിൻ്റെ അകത്ത്. ഹായ് ഫ്രണ്ട്സ്, സുമസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളെ. അധികമാരും പോയിട്ടില്ലാത്തൊരു സെറ്റപ്പ് സ്ഥലമാണ്. നമ്മുടെ അങ്കമാലിയിൽ നിന്ന് ടി ബി ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക്, അതായത് നമ്മുടെ മലയാറ്റൂർ. ഇപ്പം മലയാറ്റൂർ സീസണാണ്, കാരണം നോയമ്പ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ദുഃഖവെള്ളിയൊക്കെ ആവാറായിട്ടുണ്ട്, ഈസ്റ്ററൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സീസണാണ്. ഇത് മലയാറ്റൂരിനോട് ചേർന്ന് കിടക്കുന്ന വേറൊരു നല്ല അടിപൊളി ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മാസ്ക് മാറ്റി. ഇത് ബെറിൻ വണ്ടി ഓടിക്കാണ്, ബിസിയാണ് ആള്. മാസ്ക് നിർബന്ധമാണ്. ഇവ വില പോലീസും പിടിക്കുന്ന ഇതിന് മാത്രം അറിയാം. എനിവേ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് തിരിച്ച് നമ്മുടെ എൻ ബി ജംഗ്ഷൻ ടി ബി മാറിപ്പോണം. ടി ബി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിച്ച് ഈ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തിന്റെ പേര് നമ്മൾ പോകാൻ പോണ സ്ഥലത്തിന്റെ പേര് തട്ടുപാറ. അതാണ് പറയേണ്ടിരുന്ന സംഭവം. അതായത് ആർക്കും പരിചയമില്ലാത്തൊരു സ്ഥലം. അതിന്റെ അടിയിലൊരു ഗുഹയൊക്കെ ഉണ്ട്. അത്യാവശ്യം എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഗുഹയുടെ അകത്തേക്ക് കയറാൻ പറ്റിയൊരു കണ്ട. അപ്പൊ അടിപൊളി സ്ഥലമാണ്. ഞാൻ പോയിട്ടില്ല കേട്ടോ. വെറിൻ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും റോഡ് ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ അവിടെ കോൺക്രീറ്റ് ചെയ്ത റോഡ് പണിതുണ്ട്. അവിടെ ബേസിക്കലി പാറമടകൾ കുറെ ഉണ്ട്. ഓ അത് ശരി, പാറമടകളുടെ കേന്ദ്രം. അല്ല, മറ്റേ പാറമടയിൽ വെള്ളമൊക്കെ ഉണ്ട്, നല്ല നല്ല കുളിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ഇന്നാളൊരു വീഡിയോ ചെയ്താണ് മുണ്ടത്തിക്കോടൻ വ്ളോഗ്. അതിൽ അടിപൊളി പാറമട കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങള് തകർത്ത വെള്ളമായിരുന്നു, സൂപ്പർ കുളിക്കാൻ പറ്റും. മെട്രോയുടെ പണിക്കൊക്കെ മെജോറിറ്റി ഓഫ് ദി പാറ അവിടെ തന്നെയാണ്. അതല്ലേ, ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് നേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഇത് വലിയ കിടക്കണ്ട. ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ മുണ്ടത്തിക്കോളം ബ്ലോഗിൽ ഒരു അക്കഡേറ്റ് കാണിച്ചിട്ടുണ്ട്. അത് ചെറുതാണ്, അതിന്റെ 4 ഇരട്ടിയായിട്ടുണ്ട്. എൻ്റെ അമ്മോ.
അപ്പോൾ ആ ബണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കണം. അതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കൂടി ചാടി ആ വെള്ളം ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് കാണാൻ പറ്റും. നല്ല രസമായിരിക്കും. ഇവിടെ തുറന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. കൊള്ളാം, എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കാം നമുക്ക്. ഇതപ്പോൾ ഇവിടെ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യണോ ആൾക്കാർ? ഓപ്പറേറ്റ് ചെയ്യണം. അതെ, ഇതിൻ്റെ ഇത് കൈ വെച്ചിരിക്കുന്ന സെറ്റപ്പാന്ന് തോന്നുന്നു. ഓ, നല്ല പണിയായിരിക്കോട്ടെ. ലിവർ വെച്ച് തിരിച്ച് ഇത് പൊക്കാന്ന് പറഞ്ഞെങ്കിൽ പോയിട്ട് അത് തട്ടി കണ്ടത്. അവിടെ ഓരോരോ പിന്നുകളുണ്ട്. അപ്പോൾ വെള്ളം അതിൻ്റെ ഇടയിൽ കൂടി ഫിൽറ്റർ ചെയ്ത് താഴത്തോട്ട് പോണ കാണാൻ നല്ല രസമായിരിക്കും. പാലുമാതിരി കുറേ എളുപ്പമാണ്. ചപ്പിയോറ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അടിഞ്ഞോളൂ. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ സൗകര്യമായിരിക്കും. ഇതിപ്പോൾ എവിടെ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഇടമലയാറല്ലേ ആയിരിക്കും. ഉറപ്പില്ലാത്ത കാര്യങ്ങളും വലിയ കാര്യമായിട്ട് പറയാനുള്ളത്. അതല്ലേ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ അക്കഡേറ്റിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ തട്ടുപാറയിലേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകൾ നേരെ പോയി കാണാം. നമ്മുടെ കാറാണ് കിടക്കുന്നത്. നമ്മൾ ഇതിലിപ്പോൾ നടന്നു വന്നത്. ഇനി തിരിച്ച് അവിടെ ചെന്നിട്ട് കാറെത്തിട്ട് നേരെ തട്ടുപാറ. നമ്മളങ്ങനെ നമ്മുടെ അക്കഡേറ്റിൻ്റെ അവിടെ നിന്ന് തട്ടുപാറ. അപ്പോൾ സ്ട്രെയിറ്റ് റോഡ് തന്നെ ഉണ്ട്. അക്കഡേറ്റിൻ്റെ അവിടെ നിന്ന് കയറി നമ്മളെ കയറ്റം കയറിയ വഴിന്ന് സ്ട്രെയിറ്റ്. അല്ല, ആട്ടുകുട്ടികളൊക്കെ ഉണ്ട്, കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലങ്ങോട്ട് സ്ട്രെയിറ്റ് തന്നെ പോകണം. ഈ കാണുന്ന വഴിയാണ്. വഴി ഒരു ചെറിയ മോശം ഉണ്ടെങ്കിലും കാണാൻ നല്ല ലുക്കുണ്ട്. സിനിമാറ്റിക് സ്പേസ്. അപ്പോൾ നമ്മൾ നേരെ അക്കഡേറ്റിൽ നിന്ന് നേരെ വന്നിട്ടുള്ള അടുത്തൊരു ചെറിയ ജംഗ്ഷൻ വന്നിട്ടുണ്ട്. അവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, നല്ല രസമുള്ള ചെറിയ കുഞ്ഞു പള്ളി, കുരിശുപള്ളി. അവിടെ നിന്ന് ജംഗ്ഷനിൽ റൈറ്റാണ് പോകേണ്ടത്. നമുക്ക് ഇതിപ്പോൾ ഈ റോഡ് എവിടെ നിന്ന് കയറണം അറിയാം? അതും നമുക്ക് ഇപ്പോൾ നമ്മളിടയ്ക്ക് സ്ട്രെയിറ്റ് പോയില്ലേ, അതിന് മുമ്പേ ലെഫ്റ്റ് തിരിഞ്ഞ് ഈ റോട്ടിൽ വന്നത്. അക്കഡേറ്റ് കാണാനുള്ളതുകൊണ്ടാണ് നമ്മൾ ആ വഴി വന്നത്. അപ്പോൾ നമ്മൾ കനാൽ ക്രോസ് ചെയ്തിട്ട് നേരെ മലയുടെ മുകളിലേക്ക് കയറണം. നമ്മുടെ തട്ടുപാറയിലേക്കുള്ള കയറ്റം തുടങ്ങിയേക്കാണ്. കിടക്കുന്ന വ്യൂ ഉണ്ട്. താഴെ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല കുത്തനെ കയറ്റമാണ്, നല്ല അടിപൊളി കയറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ കാറിനല്ല പറഞ്ഞത്, ഇവിടെ ബൈക്ക് എന്ന് പറഞ്ഞത്. ബുള്ളറ്റിനൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും. വലിയ ഓഫ് റോഡ് സെറ്റപ്പ് അല്ല. അതെ, ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡ് ഫീലൊക്കെ കിട്ടും. പാറമടയിലേക്കുള്ള വഴിയാണ്. ഇനി ഇവിടെ ഓഫ് റോഡ് സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. റോഡ് തീർന്നുണ്ട്. എന്തായാലും ബൈക്ക് റൈഡിങ് നടത്തുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വഴി തീർന്നാ? വഴിയൊന്നും കാണുന്നില്ല. ഇത് സംഭവം വിചാരിക്കുന്ന കളിയല്ല കേട്ടോ, ചില്ലറ കളിയല്ല. കംപ്ലീറ്റ് പാറമടകളുടെ സെറ്റപ്പ് ഉണ്ടോ. പാറമടകളുടെ നടുക്കേ കൂടി ഉള്ളൊരു വഴി എന്ന് പറയാം നമുക്ക് ഇതിനാണെങ്കിൽ. കാരണം അപ്പുറം ഇപ്പുറമൊക്കെ വലിയ വലിയ പാറമടകളുണ്ട്. അതായത് നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ വീട് പണിക്കും വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും, കരിങ്കല്ല്, മെറ്റല്, പിന്നെ എംസാൻഡ്, ഈ വക സാധനങ്ങൾ മൊത്തം ഈ ഏരിയ നട്ടാന്നാണ് വന്നത്. ഇതിൻ്റെ മുകളിലുണ്ടല്ലോ ഒരു പള്ളി. നല്ല അടിപൊളി പള്ളി ഉണ്ട് കേട്ടോ. അവിടെ ആൾക്കാരുണ്ടല്ലോ, വീടുകളൊക്കെ ഈ മടകളുടെ തന്നെ. സൺസെറ്റ് ഒക്കെ ആയി വരണേ ഉള്ളൂ. എന്തായാലും കളിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ഡെസ്റ്റിനേഷനാണോ? രേഷു നല്ല രസമുള്ള
അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിക്കാണ്. നമ്മുടെ പേര് പറഞ്ഞ തട്ടുപാറയിലെത്തിക്കാണ്. ഇതാണ് തട്ടുപാറ. അതായത് വലിയൊരു കരിങ്കല്ല് മല എന്ന് പറയാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം അങ്കമാലി മൊത്തം കാണാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്കമാലി എയർപോർട്ട് കാണാം. എയർപോർട്ട് കാണാൻ പറ്റുമോ? നൈറ്റ് ഫുള്ള് കാണാം. അപ്പോൾ നമുക്കിവിടെ പുറത്തിറങ്ങിയിട്ട് ഇവിടെ നിന്നുള്ള മൊത്തം കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പുറത്തുള്ള കാഴ്ചകൾ കൂടി കാണാം. വണ്ടി വന്ന് നിന്നേക്കുന്ന സ്ഥലം കണ്ടല്ലോ, എടുക്കാൻ സ്ഥലം. ഒന്നും പറയാനില്ല. വരണേ പൊളിച്ച്. എന്തായാലും ഇന്നത്തെ ഈവനിങ് അടിപൊളി. ഇത് വഴിയുണ്ടല്ലോ അടിയിലോട്ട്, ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇല്ല, അതിവിടെ ഒന്നാം സ്ഥലം അങ്ങനെ സ്ഥലമല്ലേ. അങ്ങനെ നമ്മുടെ മലയാറ്റൂരുമായിട്ടുള്ള സെറ്റപ്പ് തന്നെ ഇവിടെ ഉണ്ട്. ശരി. എന്തായാലും നിങ്ങൾക്ക് മുമ്പിൽ ഒരു അഡ്വഞ്ചർ കൂടി ഞങ്ങൾ ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ബെറിന് ഇവിടുത്തെ എക്സ്പെർട്ട് ഉണ്ടാ. എൻ്റെ സ്വന്തം സ്ഥലമാണ് അങ്കമാലി ടൗണിലെ മെയിൻ ആളാണ്. അതുകൊണ്ട് ഏറ്റവും എൻഡിൽ, അതായത് ഏറ്റവും എൻഡിൽ കാണുന്ന ഇതാണ്. ആ രണ്ട് മരങ്ങളുടെ ഇടയിൽ കൂടി കാണുന്ന കുന്നാണ് മലയാറ്റൂർ മലയാറ്റൂർ പള്ളിയാണ്. അതിൻ്റെ ഒരു വൈറ്റ് അവിടെ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റണമെന്നറിയില്ല. മാക്സിമം എത്തിച്ചോ. അതെ, ഇതാണ് കാണുന്ന ഗുഹ. ഇന്നാളെ ഞാൻ വേറൊരു ഗുഹ കാണിച്ചായിരുന്നു നമ്മുടെ അവിടെ. ഇത് വേറെ ഗുഹ. ഇത് അത്രയും വലിയ ഗുഹയല്ല. ഈ കാണുന്ന പാറയുടെ അടിയിലുള്ളൊരു ഗുഹ. ചെറിയൊരു സെറ്റപ്പ്. ഇത് നാച്ചുറൽ സെറ്റപ്പ് ആയിരിക്കും. അതൊക്കെ നാച്ചുറൽ ആയിരിക്കും അല്ലേ. പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഗുഹയാണ്. അടിപൊളി ഗുഹ പറയാനില്ല. അതേമാതിരിയുള്ള നാച്ചുറൽ. ഇതിൻ്റെ അകത്ത് അടിയിലേക്കും ഒരു സാധനം ഉണ്ടല്ലോ, വെള്ളമൊഴിക്കുവാനുള്ള. ഈ തോമസ് ലീയുടെ അല്ലേ. പിന്നെ ആരും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ ഈ ഗുഹ, തട്ടുപാറയുടെ മലയുടെ മുകളിലുള്ള ഈ ഗുഹ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ വന്ന് കാണാം. നമുക്ക് അകത്തോട്ട് ഉള്ളായിട്ട് കയറാനുള്ള ധൈര്യമില്ല, കാരണം വല്ല വവ്വാല്
വവ്വാലും കാര്യങ്ങളൊക്കെ ഒളിച്ചിരിപ്പുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് ചിലപ്പോൾ തട്ട് കിട്ടും. നമ്മുടെ താഴെ കൂടി ഇതേ അക്കടായിട്ട് പോകുന്നുണ്ട്. ബെറിന് ഈ കയറ്റം കയറണമല്ലോ. അമ്മ വെറുതെ പറയണ്ട, പേടിക്കണ്ട, രസമാണ്. നമുക്ക് ട്രക്കിങ് ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. സംഭവം കൊള്ളാം. അപ്പൊ നിങ്ങളെങ്ങനെ ഇവിടെ അറിഞ്ഞിട്ട് വന്നാണോ? ആദ്യമായിട്ട് വന്നാൽ ഇഷ്ടംപോലെ വന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ 2 കൂട്ടുകാരും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ സൈൻ ഔട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.